സജി പറഞ്ഞ പോലെ ഈ കടമ്മനിട്ട പോയിട്രിയിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഹി സോർട്ട് ഓഫ് മിക്സ് സ്റ്റൈൽസ് അല്ലേ, മിത്തിക്കൽ ആൻഡ് ദ റിയൽ, ഭക്തി, മോഡേൺ, റൊമാൻറ്റിക് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ളൊരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് ഇൻ ഹിസ് റൈറ്റിംഗ് സ്റ്റൈൽസ്. ഊരാളിയുടെ സൗണ്ടിനെ ഹൗ ഡു യു ഡിസ്ക്രൈബ് ദാറ്റ് സൗണ്ട്? ഒരു ഗിറ്റാറിസ്റ്റ് എന്നുള്ള രീതിയിൽ ഏറ്റവും രസമായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഭാഷ ഇല്ല മ്യൂസിക്കിനെന്ന് പറയുന്നത് ശരിക്കും റിയലൈസ് ചെയ്യുന്ന എപ്പോഴാണ്. അതായത് നമ്മളിപ്പോൾ കടമ്മനിട്ടയുടെ വരികളെടുത്താലും ഷാജിയേട്ടൻ്റെ വരികളെടുത്താലും ആരുടെ വരികളെടുത്താലും അതിൽ എല്ലാ തരത്തിലുള്ള മ്യൂസിക്കും ആപ്റ്റാണ്. നമ്മുടെ ആ സമയത്ത് ആ വരികളുമായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇതിപ്പോൾ ഓരോരുത്തരും കണക്ട് ചെയ്യുന്ന ഓരോ രീതിയിലായിരിക്കും. കടമ്മനിട്ടയുടെ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ കടമ്മനിട്ട എനിക്ക് എൻ്റെ ചെറുപ്പത്തിലൊന്നും ഞാൻ കടമ്മനിട്ടനെ കുറിച്ച് അധികം അധികം നല്ല എനിക്ക് കടമ്മനിട്ട എന്നുള്ളത് നമ്മൾ കേട്ടിരുന്നല്ലാണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ വളരെ അങ്ങനൊന്നും ഇതായിട്ടുണ്ടായിട്ടൊന്നുമില്ല. പിന്നെ തുമ്മരുത് എന്നുള്ള കവിത തന്നെ നമുക്കതിനെക്കുറിച്ച് വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. കടമ്മനിട്ടയുടെ കവിതകൾ ഇങ്ങനെ ഓരോന്നോരോന്ന് വായിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വന്ന് ഉടക്കി നിന്നു അവിടെ തുമ്മരുത്. അത് വായിച്ചു കഴിഞ്ഞ സമയത്ത് അയ്യോ ഈ പുള്ളിക്കാരൻ എഴുതിയിട്ടുള്ളത് കുറെ കാലം മുന്നാണല്ലോ, പക്ഷെ അത് ഇപ്പോഴും ഉണ്ടല്ലോ. അല്ലെങ്കിൽ അന്ന് അദ്ദേഹം ഫേസ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളെയാണ് ആൾ കവിതയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതേ ഇഷ്യൂസ് ഒന്നും തന്നെ ഒരു പരിഹാരവും ഇല്ലാത്ത രീതിയിൽ ഇപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മൾ വളരെ സ്വാഭാവികമായിട്ട് നമ്മൾ പാടുന്നതിന്റെ ഇടയിൽ നമ്മളിങ്ങനെ ആഡ് ചെയ്തിട്ടുള്ള ചില വരികളുണ്ട്. അത് കടമ്മനിട്ട ചിലപ്പോ നമ്മളോട് പറഞ്ഞതാ എഴുത്, അത് രണ്ടുപേരും കൂടി കയറ്റി വിട്, അല്ലാണ്ട് ശരിയാവില്ല ഇപ്പോഴെന്ന്. അതായത് പഴയൊരു വാദ്യ പഴയ പടിക്ക് പാടി പറയും ഇപ്പോഴും തുമ്മരുതനിയാ തുമ്മരുതാരും തിരുമുക്കാണ് തെറിച്ചാലോ മൂക്കൊരു ഭൂഷണമല്ലേ മുതക്കിക്കാലത്തതു പ്രത്യേകം. തുമ്മലു വന്നാൽ വിരലുകൾ മൂക്കിൽ തിരുകി കയറ്റി നടന്നോളൂ. തെങ്ങലു വന്നാൽ തൊണ്ടതിരും ഈ വായടച്ച് കിടന്നോളൂ. അയ്യോ വയ്യേ ഇപ്പൊ തുടങ്ങി. അയ്യോ വയ്യേ അയ്യോ വയ്യേ അയ്യോ വയ്യേ അയ്യോ വയ്യേ അയ്യോ വയ്യേ വരി നിന്നു വയ്യാണ്ടായി. അയ്യോ വയ്യേ ഒപ്പു വാങ്ങി സീലു വാങ്ങി വയ്യാണ്ടായി. അയ്യോ വയ്യേ പ്രാർത്ഥിച്ചു വയ്യാണ്ടായി. അയ്യോ വയ്യേ പണിയെടുത്തു വയ്യാണ്ടായി. അയ്യോ വയ്യേ വോട്ട് ചെയ്തു വയ്യാണ്ടായി. അയ്യോ വയ്യേ ജയിപ്പിച്ചും തോപ്പിച്ചും വയ്യാണ്ടായി. അയ്യോ വയ്യേ പഠിച്ചിട്ടും വയ്യാണ്ടായേ. അയ്യോ വയ്യേ മരുന്ന് കഴിച്ചു വയ്യാണ്ടായേ. അയ്യോ വയ്യേ അയ്യോ വയ്യേ അയ്യോ വയ്യേ. നക്ഷത്രത്തിരുമുറ്റം മുഴുവൻ കുത്തിയടിക്കാൻ മാത്സര്യം ആട്ടിൻകുത്തി ചെന്നായും കഥയാവർത്തിക്കും ഇപ്പോഴും. തുമ്മരുതനിയാ തുമ്മുകിൽ നിന്നുടെ മൂക്കുതെറിക്കും അതോർത്തോളും. അയ്യോ വയ്യേ വയ്യാണ്ടായി. അയ്യോ വയ്യേ എന്താ കഥ? അയ്യോ വയ്യേ വരി നിന്നു വയ്യാണ്ടായി. അയ്യോ
വാങ്ങി സീല് വാങ്ങി വയ്യാണ്ടായി. അറിയോ എത്ര സമയമാണ് നമ്മൾ ക്യൂ നിന്ന് കളയണമെന്നുള്ളത് ആലോചിച്ചിട്ടുണ്ടാ? ചിലർക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാവാറില്ല. പക്ഷേ നമ്മുടെ സിമ്പിളായിട്ട് പറയുകയാണ്, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് നമ്മൾ പോയി നിൽക്കുകയാണെങ്കിൽ എടോ ഇത് അറ്റമില്ലാത്ത ക്യൂ ആണ്. കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും നിറഞ്ഞിട്ട് കുറേ പ്രായമായിട്ടുള്ള ആൾക്കാർ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, മറ്റേ ഐഡൻറ്റിറ്റി കാർഡ്, ആ കാർഡ് ഈ കാർഡ് ഒക്കെ പിടിച്ചിട്ട് ഇനി എന്ത് കാർഡാണ് വേണ്ടി വരിക എന്ന് ചോദിച്ചിട്ട് വരി നിൽക്കണം. അപ്പോഴും അറിയില്ല മൂപ്പർക്ക് ഇനി ഈ വരി ഇപ്പോൾ തീരില്ല എന്നുള്ളത്. ആൾ ആഗ്രഹിച്ച് നോക്കുകയാണ് ഇതിപ്പോൾ തീരും എന്നുള്ളത്. ഇത് ഒരു 20 കൊല്ലം മുൻപ് 30 കൊല്ലം മുൻപ് കടമനിട്ട് എഴുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പർ അത്രയും ടച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണത്. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന നിയമങ്ങൾ നമ്മൾ പത്രത്തിൽ വായിച്ചും അല്ലാണ്ടും അറിയണം. ഇപ്പോൾ ഒരു നിയമം വന്നു ഇങ്ങനെ, അത് പാടില്ല, അത് തെറ്റാണ്, അത് ബാൻ ചെയ്തു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് ശരിയാണ്. അപ്പം ആരപ്പോൾ ഇത് ശരിയും തെറ്റും പറയുന്ന ആൾക്കാർ? ഇവർ പറയുന്നത് ശരിയാണോ ശരി, ഇവർ പറയുന്നത് തെറ്റാണോ തെറ്റ്? അപ്പം ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്? അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് ആർട്ട് ഫങ്ഷൻ ചെയ്യണത്. അതായത് അത് നിങ്ങളെ പുറത്തേക്ക് നോക്കാനായിട്ടല്ല പ്രേരിപ്പിക്കുന്നത്, മറിച്ച് അകത്തേക്ക് നോക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് ചെയ്യണത്. നിങ്ങൾ ശരികേടുകളെ കുറിച്ച് പറയുന്ന സമയത്ത് ആദ്യം പറയേണ്ടത് നിങ്ങളുടെ ശരികേടുകളെ കുറിച്ചാണ്. നിങ്ങൾ ശരികളെക്കുറിച്ച് പറയുമ്പോഴും നിങ്ങൾ ആദ്യം അവെയർ ആവേണ്ടത് അല്ലെങ്കിൽ കോൺഷ്യസ് ആവേണ്ടത് നിങ്ങളുടെ ശരിയും തെറ്റിനെയും കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മളെ വേറെ ഒന്നിനേക്കും ചൂണ്ടി പറയാനായിട്ടല്ല പ്രേരിപ്പിക്കുന്നത്. ചൂണ്ടൽ ഇങ്ങോട്ട് തന്നെയാണ് വരണത്, കൈ ഇങ്ങോട്ട് തന്നെയാണ് വരണത്. Saji, even while you do these so-called social dialogue instigating all the songs, even while you do all that, നിങ്ങൾ ഈ occasional fun songs ചെയ്യാറുണ്ട്. Like the last time I heard a bit of ഓ ശാന്തേ എന്ന് പറയുന്ന പാട്ട്. എങ്ങനെ, വാട്ട്സ് ദി ഇൻസ്പിറേഷൻ ഫോർ ഡൂയിങ് തിങ്സ് ലൈക്ക് ദാറ്റ്? അത് വാക്കുകൾ വെച്ചുള്ള കളിക്കുന്നത്. അതായത് ഇപ്പോൾ ശാന്ത എന്നുള്ളതിൻ്റെ ആദ്യത്തെ അത് കടമനിട്ടയുടെ തന്നെ. അപ്പം ഞാൻ ഈ കടമനിട്ടയുടെ ടെക്സ്റ്റ് എടുത്ത് ഒരു പ്രാക്ടീസ് പോലെ വർക്ക് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് വളരെ എൻ്റെ ഒരു ഫീലിങ്ങിൽ ഒരു എന്താ പറയുന്ന ഒരു റൊമാൻറ്റിക് ആയിട്ട് തോന്നിയൊരു സാധനമാണ്. പക്ഷെ ആ കവിത വായിച്ചു വരുമ്പോൾ അത് റൊമാൻറ്റിക് ഒന്നുമല്ല. നമ്മൾ തുടങ്ങുമ്പോൾ വായിക്കും അത് വളരെ റൊമാൻറ്റിക് ആണ്, ഫണ്ണാണെന്ന് തന്നെ നമുക്ക് തോന്നുന്നു. പക്ഷെ പിന്നെ അങ്ങോട്ട് പോകുമ്പം ശരിക്കും ആ കവിത വരച്ചിടുന്നത് അടിയന്തരാവസ്ഥക്കാലമാണ്. അപ്പം അത് ഇനീഷ്യലി ഒരു എന്താ പറയുന്ന ഒരു മായപ്പൊടി പോലെ ഈ പ്രേമം വിതറിയിരിക്കുന്നത്. അത് തുടക്കത്തിൽ ഇച്ചിരി ഭാര്യയും ഭർത്താവും കൂടെയുള്ള കഥയൊക്കെ പറഞ്ഞിട്ട് ആള് നേരെ പോകുന്നത് ശരിക്കും ആ നാട്ടിലപ്പം നടക്കുന്ന സംഭവങ്ങളിലെ. അപ്പം ആ ഇനീഷ്യലുള്ള വരികളിലുള്ളൊരു കമ്പം എടുത്ത് വർക്ക് ചെയ്ത് നോക്കിയതാണ്. ശാന്തേ 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 കുളി കഴിഞ്ഞീറൻ പകർന്ന് വാർകൂന്തൽ കോതി വകഞ്ഞ് പുറകോട്ടു വാരിയിട്ട വളക്കയ്യുകൾ മെല്ലെ ഇളക്കി നെറ്റിയിലഞ്ജനം ചാർത്തി ഇളകുമാ ചില്ലികൾ ഒന്നുകൂടി കറുപ്പിച്ച് ഉദാസീന ഭാവത്തിലാ കണ്ണിണ എഴുതി വരികന്നരികത്തിരിക്ക സന്ധ്യാലക്ഷ്മി കീർത്തനം പോലെ എന്തെങ്കിലും നല്ല 4-5 വാക്കുകളോ